വരൾച്ച മൂലം കൃഷി നശിച്ച തൃശൂർ ജില്ലയിലെ പാടശേഖരങ്ങളിൽ മന്ത്രി വി.എസ്. സുനിൽകുമാർ എത്തി കർഷകരുടെ പരാതികൾ കേട്ടു. ഇത്തവണ 30,000 ഹെക്ടറിൽ കൃഷിനാശം ഉണ്ടായതായാണ് കണക്ക്. മെയ് മാസത്തോടെ ഇത് 50,000-ത്തിലെത്തും. 27,000 ഏക്കർ നെൽകൃഷിയെയാണ് വരൾച്ച ബാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ജലസംഭരണികളിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ 40% കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രഥമ പരിഗണന കുടിവെള്ളത്തിന് നൽകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നഷ്ടം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകും. എപ്പോണ്ടായിരിക്കുന്ന ആദ്യഘട്ടം എന്ന നിലയിൽ 13,500 രൂപ വീതം ഹെക്ടറിന് ആദ്യത്തെ ഗഡു എന്ന നിലയിൽ 13,500 രൂപ വെച്ച് അനുവദിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തിങ്കളാഴ്ച മുതൽ സ്വീകരിക്കും. ഈ വർഷത്തിലുണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിരിക്കുന്ന അവരുടെ നഷ്ടം പരിഗണിച്ചുകൊണ്ട് അടുത്ത വർഷം കൃഷി ഇറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധന സാമഗ്രികളുടെ കാര്യത്തിൽ കൂടിയുള്ള സഹായങ്ങൾ കൃഷി വകുപ്പ് കൃഷിക്കാർക്ക് നൽകാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. സ്ഥിതിഗതികൾ ഗുരുതരമായ സാഹചര്യത്തിൽ കേന്ദ്രത്തെ ഇക്കാര്യം ബോധ്യപ്പെടുത്തും. കേന്ദ്രത്തിന്റെ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് സർവകക്ഷി സംഘം ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, തൃശൂർ.